നാഷണൽ ഹൈവേ കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് ഗവൺമെൻറ് ഒന്നും പറയും 2027 തീരും, നിങ്ങൾ കയറി യാത്ര ചെയ്തോ, 25 തീരും ചെയ്തോ, 25 26 ഇനിയിപ്പോൾ 27 തീരുമായിരിക്കും മേ ബി. പക്ഷേ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ബൈപ്പാസ് കഴിഞ്ഞ് മേവറം തുടങ്ങിയാൽ കല്ലമ്പലം വരെ ഓൾമോസ്റ്റ് 95% കഴിഞ്ഞു. നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് ഇവിടുന്ന് അവിടെ എത്താം. ഫസ്റ്റിലെ ഈ സ്ട്രെച്ചിൽ ഏറ്റവും ഫസ്റ്റിലെ പണി തുടങ്ങിയതാണ് കരുനാഗപ്പള്ളി ഏരിയയിൽ. സ്റ്റിൽ അത് കംപ്ലീറ്റ് അല്ല. ഇതിനകത്ത് ബേസിക് കുറേ റീസൺസ് ഉണ്ട്. ഒന്ന് 2-3 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലൈ ഓവർ ഇടിഞ്ഞ് താന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഹൈവേ പോകുന്നത് ജനസാന്ദ്രതയുള്ള ഒരു ഏരിയക്കകത്തൂടെ. അപ്പം ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവർ എന്നും അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കും പല കാര്യങ്ങളും. നിങ്ങൾ നോക്കിയാൽ മതി, ഒരു കൊല്ലം കാവനാടുന്ന് കരുനാഗപ്പള്ളി വരെ എത്ര അണ്ടർപാസ് ഉണ്ടെന്നറിയോ? ഐ തിങ്ക് ഒരു 10-15 ഉണ്ടെങ്കിലും കാണും. ഓരോ 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ പോകുമ്പോൾ ഒരു അണ്ടർപാസ്സാണ്. ഈ ഓരോ അണ്ടർപാസ് എന്ന് പറയുന്നതും ഗവൺമെൻറ് ഹ്യൂജ് ബേർഡനും അത് പണി ഡിലേ ആവാനുള്ളൊരു കാര്യവും. ഒന്ന് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല. ആദ്യമേ അണ്ടർപാസ് കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണെന്ന്. ജനങ്ങൾ സമരം ചെയ്തു, അതിൻ്റെ കൂടെ പൊളിറ്റീഷ്യൻസും കൂടെ സപ്പോർട്ട് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ആ പല ജംഗ്ഷനിലും അണ്ടർപാസ്സായി. ഈ അണ്ടർപാസ് ചെയ്ത സ്ഥലങ്ങളിലും ഇപ്പോൾ പണി നിർത്തിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ പില്ലറിനകത്ത് പാലം പണികൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഗവൺമെൻറ് ഇനിഷ്യൽ പ്ലാൻ അനുസരിച്ച് ഓരോ മെയിൻ സ്ഥലങ്ങളിലും ഒരു മെയിൻ അണ്ടർപാസും അല്ലാതെ ചെറിയ വണ്ടികൾക്ക് പോകാൻ വേണ്ടി ചെറിയ അണ്ടർപാസും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ ആ ഇനീഷ്യൽ ഡിസൈനിൽ നിന്നൊക്കെ ഒരുപാട് മാറിയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാര്യം ഇത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഭയങ്കര കൂടുതലായതിൻ്റെ ഒരു ഇഷ്യൂ ആണ് അത് മെയിനായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്, ഇന്ന് മെറ്റീരിയൽ കിട്ടാത്ത ഫാക്ടേഴ്സ്, പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ വിവരം, അതൊരു പ്രശ്നമാണ്. ഏതിനും നമ്മൾ ചോദ്യം ചെയ്യുകയും എല്ലാം കാര്യങ്ങളും ചെയ്യും. ഏതെങ്കിലും ഒരു പാനലിന് അതൊരു പൊട്ടലുണ്ടെങ്കിൽ പിറ്റേ ദിവസം പേപ്പറിനകത്ത് കാണും മറ്റേ പാനൽ പൊട്ടി.